ഓ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളൊന്ന് ഫുൾ ടൈം ഉണ്ടാർന്നതാവും. വീഡിയോ നന്നായിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അവസാനമാകുമ്പോൾ ഞാനിത് ഇത്ര ഡയമണ്ട് ആർമർ ഇട്ട് വിലസി നടക്കും. അപ്പോൾ ഡയമണ്ട് ആർമർക്ക് ആദ്യം ആർമറിനെ സെറ്റാക്കണം. സെറ്റാക്കിയാൽ തന്നെ സെറ്റാക്കി ഇവിടെ വന്നിട്ടുണ്ട് ഒരുത്തൻ ഗ്രീൻ വിറ്റാണ്. ഇതിന് പൊട്ടിച്ചാട്ടാണ് അത് ലൈബ്രറിയൻ. അവർ എൻചാൻറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇങ്ങോട്ടേക്ക് തന്നെ അവൻ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് അവനടുത്ത പണിയത്. അപ്പോൾ നമുക്ക് ബോട്ട് കാണാം, ബോട്ട് എടുക്കുക. ലീഷും ഉണ്ട്. ഞാൻ ഇൻവെൻറ്ററി സോർട്ടും ചെയ്തിട്ട് വരാം. ഓക്കെ, നമുക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കാണാം. ഓക്കെ, ഇവനെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവനെ ഇത്തിരി അങ്ങോട്ട് അകത്ത് നിർത്തിയിട്ട് നടുക്കക്കട ബ്ലോക്ക് വയ്ക്കാം. നമുക്ക് ഇനി ഇതെടുക്കണം, ട്രാപ്പ് ഡോർ എടുക്കണം, പിന്നെ ബ്ലാസ്റ്റ് ഫർണസും വേണം. അപ്പോൾ അതിനും കൂടി ഞാൻ എടുത്തു. ഓക്കെ, ഈ ഗെയിമിൽ എന്നെ പിന്നെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന എൻചാൻറ്റിങ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഫോർച്യൂൺ 3 മാത്രമേ ഉള്ളൂ. ആ ഫോർച്യൂൺ 3 കൊണ്ട് ഞാൻ പോയി കുറേ മൈൻ ചെയ്ത് നമുക്ക് അവന്മാരായിട്ട് ട്രേഡ് ചെയ്യാൻ കുറേ ഗോളും കുറേ അയണും ഒപ്പിച്ചിട്ടുണ്ട്. 3 സ്റ്റാക്ക് 11 ഗോളും 3 സ്റ്റാക്ക് 35 അയണും ഉണ്ട് ഇപ്പം നമ്മുടെ ഇതിൽ. ഇതൊക്കെ ധാരാളം മതിയായിരിക്കും നമുക്ക് അവന്മാരായിട്ട് എൻജാൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അല്ല, എൻജാൻറ്റ് അല്ല, ലെവലപ്പ് ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടി അവൻ എന്ത് വിൽക്കുമെന്നുള്ളതില്ല. അവൻ മര്യാദയ്ക്ക് ചെസ്റ്റും ലെഗിൻസും വിൽക്കാണ്ട് ഈ ബൂട്ടും ഹെൽമറ്റും വെച്ചാൽ ഞാൻ പെട്ട്. അതുകൊണ്ട് തന്നെ ദൈവമേ കൂടെ ഉണ്ടാവണേന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. കുറച്ച് ബ്ലോക്കും കൂടെ കയ്യിൽ വേണം. നമുക്ക് അപ്പോൾ ഒരു ബ്ലാസ്റ്റ് ഫർണസും ഉണ്ടാക്കണം. ഈ 3 സ്റ്റാക്ക് കൊടുത്തേക്കാം ഞാൻ. പിന്നെ കോളും കുറച്ചിരുന്നോട്ടെ. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാം. നമുക്ക് സ്മൂത്ത് സ്റ്റോൺ വേണമല്ലോ അല്ലേ, അപ്പം അത് ഒപ്പിച്ച് തരാം. ഓക്കെ, നമുക്ക് ഇത് ഉണ്ടാക്കാമല്ലോ. ഉണ്ടാക്കാം. ഇനി നമുക്ക് ട്രാപ്പ് ഡോർ വേണം. ട്രാപ്പ് ഡോർ ഉണ്ട് കയ്യിൽ, അത് ഒരെണ്ണം തന്നെ മതി നമുക്ക്. അപ്പോൾ ഇത് അവിടെ എത്തിച്ചിട്ട് വേണം. ഓക്കെ, ഞാൻ എത്തി. ഇനി ഇതിവിടെ വയ്ക്കുക, ഇതിവിടെ വെച്ചിട്ട്. ഓക്കെ, ഇതുവരെ സ്മൂത്തായിട്ട് വയ്ക്കണു ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ഇനി നമുക്ക് മരമായിട്ട് റൈഡ് ചെയ്ത് തുടങ്ങാം. ജേണിമാൻ എന്തോ അല്ലേ ആക്കണ്ടേ? ഇത്ര പെട്ടെന്ന് തീർന്നോ അടുത്ത കോള് ഫുള്ള്? കൊള്ളാലോ. ഇനി നമുക്ക് കുറച്ച് അയൺ ട്രേഡ് ചെയ്യാം. ഇച്ചിരിയും കൂടി മതിയായിരുന്നു. ഈ ബൂട്ട് അങ്ങോട്ട് ട്രേഡ് ചെയ്തേക്കാം. എക്സ്പേർട്ടായി. ഇവൻ ലെഗിൻസ് വയ്ക്കുന്നുണ്ട്, പക്ഷേ ഹെൽമെറ്റാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കപ്പോൾ ഒരുത്തനെയും കൂടി കൊണ്ടുവരേണ്ടി വരും. അവന് ഇനി അത് എന്നാ വയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് നോക്കാം. ഞാൻ പോയി കുറച്ചുകൂടെ കോളും കൂടി എടുത്തേക്കാം. ഓക്കെ, ഇവിടെ ഒരു കൊച്ച് വന്നിട്ടേ ഉള്ളൂ. ഇനിയും വളരെ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴേ അവനെ അവിടെ കൊണ്ടുപോയിട്ടേക്കാം. ഇവിടെ ഇട്ട സോംബി കൊല്ലത്തേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ടേക്കാം. അവൻ ഓടിപ്പോണ്. ഞാനിവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ചെറുക്കനെ അവിടെ ചെന്ന് പിടിച്ച് ഇനി ആദ്യം തൊട്ട് ഒന്നോടെയും കൊണ്ടുവരണം. ഹേയ് ബ്രോ, ഇങ്ങ് ബാ ബ്രോ. കിട്ടിയിടാ നീ, വാടാ നീ. ഞാൻ ഈ സൈഡ് അടയ്ക്കാൻ മറന്നുപോയി.
ഇനിയിപ്പോൾ ഈ ചെറുക്കം വലുതായിട്ട് ഇനി കാണാം. ഇനിയിപ്പോൾ ചെറുക്കൻ പിന്നെയും പോയി. ഈ ചെറുക്കൻ വഴി ഉണ്ടാക്കി രക്ഷപ്പെടുകയുള്ളത്. ഏയ് ബ്രോ, ഡോണ്ട് ഗോ. അവൻ എന്ത് അകത്തോട്ട് തന്നെ അകത്തോട്ട് തന്നെ പോണു. അയ്യോ ബ്രോ, ഡോണ്ട് റൺ. കഷ്ടാലത്തിന് ബോട്ടും മുട്ടണില്ല. ഇതേ പോണു. അടാർക്കാ നീ എന്നെ ഈ കാണിക്കണത്? ഈ പിള്ളേരെനിക്ക് പിടിക്കാത്ത. ഇതേ ഓടിപ്പോണു. ഇവനെന്നെ ഈ ബോട്ട് കാണുമ്പോൾ അലർജി ഉണ്ടോ അതോ ദൂരേക്ക് ഓടിപ്പോണേ? കിട്ടിയിടങ്ങനെ. ഇനി നീ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല മോനെ. ഈ വട്ടം നിന്റെ അവസാനത്തെ കളിയാ. ഇനി ഇത് പൊട്ടിച്ച കിട്ടിയിടന്നെ. ഇനി നീ ഓടണേ, എനിക്കൊന്ന് കാണണം. ഓടേക്കണ. അങ്ങനെ ഒരു കുരുപ്പിനെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇവൻ ചതി ചെയ്തോന്ന് ചോദിച്ചാൽ ചതി ചെയ്തു, ചെയ്തില്ല എന്ന് വെച്ചാൽ ചെയ്തില്ല. അങ്ങനെയും പറയാം, രണ്ടും പറയാവുന്ന അവസ്ഥയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഞാൻ ഇതിൽക്കൂടെ ഫുൾ എല്ലാവരെയും ഞാൻ വേണ്ട എൻചാൻറ്റിങ് വെച്ച് നിർത്തിച്ചിട്ടുണ്ട്. ഫോർച്യൂൺ 3 22 എമറാൾഡിന്, ഇൻഫിനിറ്റി 5 എമറാൾഡിന്, പിന്നെ ഏറ്റവും മുകളിലല്ല 15 എമറാൾഡ് ത്രോൺസ്, പിന്നെ ഏറ്റവും മുകളിൽ 12 എമറാൾഡിന് അൺബ്രേക്കിംഗ് 3. പിന്നെ എനിക്ക് ഏറ്റവും പറ്റിയത് ഇവിടെയാണ്. എനിക്ക് 22 എമറാൾഡ് കുഴപ്പമില്ലാത്ത പ്രൈസാണ്. എനിക്കത് 10 എമറാൾഡിന് കിട്ടിയതായിരുന്നു. ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്നിട്ട് ഇവൻ്റെ കയ്യിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് കരുതി ഇത് അങ്ങോട്ട് പൊട്ടിച്ച് അവൻ പിന്നെ ട്രേഡ് സ്വിച്ചും ചെയ്തു. മണ്ടത്തരം കാട്ടിയില്ലേ. പിന്നെ മണിക്കൂറുകൾ ഇരുന്നിട്ട് എനിക്കൊരു മെൻഡിങ് തന്നെ കിട്ടിയത്, അതും 38 എമറാൾഡിന്. അത് കഴിഞ്ഞ് അത് പൊട്ടിച്ചു കയറ്റി പിന്നെയും കുറേ നേരം ഇടുന്നു. 32 എമറാൾഡിന് വന്നു. ഇവർ പിന്നെയും ബ്രീഡായിരുന്നു. അതും പൊട്ടിച്ചു മാറ്റി പിന്നെ നിന്നു. അവസാനം 22 എമറാൾഡിന് ഇവൻ തന്നു. നമുക്കിനി ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോരോ ബുക്ക് മേടിച്ചേക്കാം. പിന്നെ ഒരു സൈനും കൂടി ഇവിടെ വെക്കണമല്ലോ. സൈൻ ബോർഡ് ഇല്ലേ ഇവിടെ? ഇത് നമുക്ക് ഭിത്തിയിൽ വെക്കാൻ പറ്റുമോ? ഭിത്തിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇനി ഉള്ളൂ. അപ്പോൾ ഇതിനി എവിടെ വയ്ക്കും? ഇവിടെ കിടന്നോട്ടെ. ഇവിടെ എന്തായാലും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ത്രോ ഓഫ് മൊണാർക്ക് ഓക്കെ. ഇനി നമുക്ക് ഇതിന് ഗ്ലോ സ്ക്വിഡ് ഇല്ലേ, അത് വെച്ച് നമുക്ക് ഗ്ലോയും കൂടി കൊടുത്തേക്കാം. ഓക്കെ. ഇങ്ങനൊരു നീലപ്പൂ. ഓക്കെ, ഇത് തന്നെ മതിയാവും. വലിയ കുഴപ്പമില്ലാത്ത ഇത് തന്നെ മതി. നമുക്ക് കുറച്ച് ബുക്കായിട്ടെല്ലാം അവന്മാരായിട്ട് അത് മേഡ് ചെയ്യാം. 29 ബുക്കുണ്ട്. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചേക്കാം. ഓക്കെ, ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ഫുൾ ഗ്രാൻഡ് ചെയ്ത് ഇവന്മാരായിട്ട് ഫുൾ ട്രൈഡിങ്ങിലായിരുന്നു എമറാൾഡ്. എൻ്റെ മുഴുവൻ സമ്പാദ്യം ഇതിനകത്തുണ്ട്. ഇത് കുറച്ച് കൊടുക്കാനുണ്ട്, അത് മറന്നു. ഇതാണ് എൻ്റെ ഫുൾ സമ്പാദ്യം. 34 എമറാൾഡ് ബ്ലോക്കും 1 എമറാൾഡ്.
അതെല്ലാം കൂടി എമറാൾഡ് ആക്കുമ്പോൾ 1 2 3 4 5 സ്റ്റാക്കും 51 എമറാൾഡും ഉണ്ട്. ഇത് ധാരാളം മതി. അപ്പോൾ നമുക്ക് മെൻഡിങ് ഇടേണ്ട സോഡിലും പിക്കാക്സിലുമാണ്. ഒയ്യോ, പേടിച്ചു കഴിഞ്ഞാന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ ഫുൾ ഇതും കൊടുത്ത് മെൻഡിങ് അടിച്ചു വന്നു. കറക്റ്റ് 2 തന്നെ കിട്ടി. ഇനി നമുക്ക് അൺബ്രേക്കിങ്ങും സോഡിലും കൂടി ഇടണോ? വേണ്ട, നമുക്ക് പിക്കാക്സിൽ മാത്രം മതി. അടുത്ത് ഇൻഫിനിറ്റി. ഇതെൻ്റെ ബോയ്ക്ക് മാത്രം മതി. അത് കാരണം അയ്യോ, ഇൻഫിനിറ്റി അല്ലല്ലോ, ത്രോൺസ് അല്ലേ. അതിരുന്നോട്ടെ, പിന്നീട് ആവശ്യത്തിന് എടുക്കാം. ഒരു ഇൻഫിനിറ്റി, ഒരു ഫോർച്യൂൺ 3 വേണ്ട, ഫോർച്യൂൺ 3 ഞാൻ മേടിച്ചു. അത് വെച്ചാണ് ഞാൻ ഇതിന് പോയത്. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് ഇതായി. അയ്യോ, നമ്മുടെ സമ്പാദ്യം അങ്ങ് കുറഞ്ഞുപോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3.5-4 സ്റ്റാക്ക് ഉള്ളൂ. ഇതൊക്കെ മതി നമുക്ക് ഇനിയും ഗ്രൈൻഡ് ചെയ്തോളാം ഞാൻ ഓഫ് ക്യാമറയിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഇതിൽ കൊണ്ടിടട്ടെ, അല്ലെങ്കിൽ നമുക്കത് അവസാനം ഇടാം. ഇതൊക്കെ ഇവിടെ ഇരുന്നോ. നമുക്ക് ലെഗിൻസും കൂടെ മേടിക്കണ്ടേ? ഓക്കെ, ലെഗിൻസും കൂടി മേടിച്ചു. പിന്നെ സമ്പാദ്യം കുറഞ്ഞു, കുഴപ്പമില്ല. വേഗം വളരുമാൻ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ വളർന്നിട്ട് ഇനി കാണാം. പിന്നെ നമ്മുടെ ഈ കൗ ഫാം നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുക്കിഡ് മീറ്റ് തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ ഇതും കിട്ടും. ഇവർ ബാലൻസ് ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോപ്പും കൂടുന്നുണ്ട് ചെറുതായിട്ട്. അത് കൂടിക്കോട്ടെ. നമ്മുടെ പ്രൊട്ടക്ഷൻ ടൂളുള്ള ലെഗിൻസ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കാം. ഇനി എന്തായാലും നമുക്ക് ഡയമണ്ട് ആർമർ ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ നമുക്കത് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അവൻ തന്നില്ലെങ്കിലും നമുക്ക് എന്തായാലും ഡയമണ്ട് ആർമർ ആവാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ചെസ്റ്റ് പ്ലേറ്റ് തന്നാൽ മതിയായിരുന്നു. തരുമായിരിക്കും. ഇത് തന്നെ ഷാർപ്പ്നെസ് 3 ഇല്ല, എനിക്ക് ലെവൽ ആവശ്യമുണ്ട്. ഇതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ നമ്മുടെ ഇതിലോട്ട് ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്നാൽ പോയി നിൽക്കാം. അവിടെ നമുക്ക് കുറച്ച് നേരം വേണ്ട, ഞാനത് പിന്നിരുന്ന് ചെയ്തോളാം. അപ്പോൾ ഞാൻ ചെറുക്കം വലുതായി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സെറ്റാണ്. ഇനി നമുക്ക് ഇവനെ ട്രൈ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്നെ പിന്നെ ഇട്ടിരിക്കുകയാണ് ഒരു എൻജോയിങ് ഉണ്ടെങ്കിൽ കുറച്ചും 3 ഉള്ളൂ. അത് വെച്ചാൽ പിന്നെ മൈനിങ്ങിന് പോയി ഇത്രയും കോളം ഒപ്പിച്ചു, ഇത്ര അയണും ഒപ്പിച്ചു. എൻ്റെ 6 സ്റ്റാക്കും 48 ഇതും അയണം. കണ്ടോ, വേറെ ലെവല് സാധനം. ഫോർച്യൂൺ 3 എന്നെ പിന്നെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് ഉണ്ടാക്കണം. അതുണ്ടാക്കിയിട്ട് ഞാൻ എന്താ വരുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ് ഇപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇരിക്കണ കോള് ഫുൾ എടുത്തോ, അയണോ എടുത്തു. നമുക്കിങ്ങനെ നോക്കാം. നിനക്കൊരു കൂട്ട് മിക്കവാറും ഉണ്ടാക്കുന്നു. ഇവൻ പറ്റിക്കുമെന്ന് എനിക്കറിയില്ല. അവൻ പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയർ ആയിട്ട് ഒരാളെയും കൂടി ഞാൻ നിർത്തിയിട്ടുണ്ട്. എൻ്റെ അകത്തും കൂടി ഉണ്ട്. വളർന്നിട്ടില്ല, അവൻ വളരും. നമ്മളത് ട്രൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവൻ വളർന്നോളും. അയ്യോ, അവൻ വളരുന്നതിൻ്റെ മുമ്പ് അത് അവന് കൊണ്ടുവയ്ക്കണം. വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ജോലി എടുക്കും, അവൻ എടുക്കാണ്ട് പിന്നെ പെട്ടെന്ന് കൊണ്ടുവയ്ക്കാം. ഓക്കെ, എമറാൾഡ് എടുത്തോ. മര്യാദയ്ക്ക് നീ ചെസ്റ്റ് പ്ലേറ്റ് തന്നോ.
കൈവഴിക്കണ കോളൊക്കെ നടത്തേക്കാം, എന്തായാലും കൈവഴിച്ചിട്ട് കാര്യമില്ല. ഓ ഭാഗ്യം, അവൻ തന്നു. നീ നല്ലവനാടാ. അത് അൺലോക്കാൻ ടൈം എടുക്കുമല്ലേ. ഓ ഫൈനലി അവൻ എന്നെ എന്തായാലും തന്നെ. അതിന് പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ 2 ഇവനും കൂടി ലെഗിൻസ് തന്നെയില്ലേ. ഓക്കെ, പ്രൊട്ടക്ഷൻ 2 ഇവൻ തന്നെ ലെഗിൻസിൽ എന്താ ഉള്ളത്? ഫയർ പ്രൊട്ടക്ഷൻ അൺബ്രേക്കിംഗ് ഇവൻ തന്നെയല്ലേ. ഇവനല്ലേ ഇത് രണ്ടും തന്നെ. ഇതിനകത്ത് ത്രോൺസ് 1 അൺബ്രേക്കിംഗ് 2 ഉണ്ട്, അതിനകത്ത് പ്രൊട്ടക്ഷൻ 2 അൺബ്രേക്കിംഗ് 2. അത് ഇവൻ്റെ നല്ലത്. നമുക്ക് എന്നാൽ ഇവനെയും കൂടി ഒന്ന് അൺലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവനല്ല, ഇവൻ തന്നെ അൺബ്രേക്കിംഗ് 3 ആണോ? 3 ആണോ? എന്നാ നീ ഇങ്ങനെ മതി. ഇനി നമുക്ക് കിട്ടിയ ടവറൊക്കെ കൊണ്ടുപോയി കളയാം. നമുക്ക് എന്തായാലും ഇത്ര അയണുള്ളതുകൊണ്ട് തന്നെ ഒരു സ്റ്റാക്ക് മാർക്ക് എമറാൾഡ് ആക്കാൻ കൊടുക്കാം. ഓക്കെ, 29 തന്നെയായി. ഇത് തന്നെ മതി. ഇനി നമുക്കെന്നാ ഒരു ചെസ്റ്റ് പ്ലേറ്റ് കൂടാതെ ഒരു സെറ്റ് ആർമറും കൂടി മേടിക്കാം. നമുക്കത് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇത് എന്തോരം പൈസ വേണ്ടി വരും നമുക്കപ്പോൾ. ഒരു ഹെൽമെറ്റ്, ഇവൻ തന്നെ ഹെൽമെറ്റിന് എത്ര? 7 എമറാൾഡ് ഉണ്ടായിരുന്നു. ഒരു ബൂട്ട്സ്, ഇവൻ തന്നെ ലെഗിൻസിന് 28, നീ തന്നെ 25. അവന് എൻഹാൻസ്മെന്റിങ് തന്നെ പ്രൊട്ടക്ഷൻ 2 ഫയർ പ്രൊട്ടക്ഷൻ തന്നെ. അത് തന്നെ മതി. ഇതിരുന്നോ, ഇത് 2. ഓക്കെ, ഇപ്പം നമ്മളെ ഫുൾ സെറ്റായി. ഇപ്പോഴല്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഡയമണ്ട് ആർമർ സെറ്റായി. ഓ ലെറ്റ്സ് ഗോ. ഉള്ളത് പറയാലോ, ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ അടുത്ത് ട്രൈഡ് ചെയ്ത് ഡയമണ്ട് ആർമർ ഒപ്പിക്കണം തന്നെയാണ് നല്ലത്. അല്ലാണ്ട് ഈ മൈനിങ് ചെയ്യാൻ പോണൊക്കെ നല്ല മെനക്കേട് തന്നെ. ഇവന്മാരാകുമ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് എൻചാൻറ്റിങ്ങും തരും. അത് നമുക്ക് യൂസ്ഫുള്ളും ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ നമ്മുടെ സ്പെയർ ആയിട്ടുള്ള ഇതായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി വെക്കണം. നമുക്ക് സ്പെയർ അല്ലേ ഇപ്പം എങ്കിലും വെക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം. ഒരു ബാരലും വെച്ചേക്കാം, എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും കൂടെ ഉണ്ടായി. അല്ലെങ്കിൽ ഇപ്പുറത്ത് വെച്ചിട്ട് ബാരലിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുള്ള വെക്കാം. അതിനകത്ത് നമുക്ക് ഇതന്നെ വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി ഡയമണ്ട് ആർമറിലോട്ട് മാറാം. അച്ചീവ്മെൻറ്റ്സും പൊട്ടിച്ചു. എനിക്ക് വയ്യ. എന്തായാലും അച്ചീവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചീറ്റ് ചെയ്യാനല്ലാന്ന് എല്ലാവരും ഉറപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ആർമർ അങ്ങോട്ട് അയച്ചു മാറ്റുക. ഇനി ഹെൽമറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്, ഫുള്ളി ഡയമണ്ട് ആർമർ. അല്ല, ബൂട്ടായില്ല, ഫുള്ളി ഡയമണ്ട് ആർമർ.
പിന്നല്ല. ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ കുറേ മൈനിങ് ഇപ്പോൾ എനിക്ക് മാറി കിടങ്ങടെ ഒരു ക്യാരറ്റ് കിട്ടി. അത് കാണുമ്പോൾ ഒരു ക്യാരറ്റാണെങ്കിലും ഇത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ കുറച്ച് ബോൺ മെയിൽ അത്ര മതി. ഒരു ബോയും ഉണ്ടാക്കി വെക്കാം. അല്ല, അവന്മാർ എൻചാൻറ്റ് ചെയ്ത ബോയ്ക്കല്ല, അപ്പം അതാണ്. ഓക്കെ, ഇവൻ 5 വണ്ണും ഇതുള്ളത് വിൽക്കേണ്ട. ഇവൻ 5 വണ്ണം അൺബ്രേക്കിംഗ് 2 ആണ് അതും വിൽക്കേണ്ട. നമുക്ക് ഇത് മതി, നമുക്ക് അൺബ്രേക്കിംഗ് 3 എന്നിട്ട് പിന്നെ ആഡ് ചെയ്യാം. നമുക്ക് പിന്നെ ഇൻഫിനിറ്റിയും കൂടി ആഡ് ചെയ്യാണ്ട് അത് സെറ്റാക്കാം. അത് ഒരെണ്ണം മേടിച്ചു. ഈ ബാക്കി ലാസ്റ്റ് ഫുള്ള് ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാനിനി ഈ എൻചാൻറ്റിങ് ബുക്സൊക്കെ ഓരോന്നിൽ ആഡ് ചെയ്തിട്ട് വരാം. ഒരു അൺബ്രേക്കിംഗ് 3 കൂടി മേടിക്കണം. ഒന്നല്ല 2 എണ്ണം കൂടി മേടിക്കണം. നമുക്ക് സോഡിൽ, പിക്കാക്സിൽ, ബോയിൽ ഇടാനുണ്ട്. ഓക്കെ, നമ്മൾ വേണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ടൂൾസും കൂടി ആയാലോ, അതും കൂടി ആവാം. അപ്പോൾ 6 ഡയമണ്ട് വേണം. അടുത്ത് നമുക്ക് 4 എണ്ണം വേണം. എന്തൊക്കെ വേണം? ആക്സ്, ഷവല്, സെറ്റ് ചെയ്തു. ഇതൊക്കെ ശരിക്കും ടു ലേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് കളിക്കാൻ ഞാൻ റഷ് ചെയ്തില്ല. അതെങ്കിലും അറ്റ്ലീസ്റ്റ് റഷ് ചെയ്യണമായിരുന്നു. ഓക്കെ, അടുത്ത സീൻ മുമ്പോട്ടേക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് അൺബ്രേക്കിംഗ് 3 ഇടണം. മെൻഡിങ് ഇടണം. ഷാർപ്പ്നെസ് നമുക്കത് പിന്നെ ഇടാം. ഇതിനകത്ത് നമുക്ക് ഇടണ്ട. അൺബ്രേക്കിംഗ് 3 തന്നെയാണ്. പിന്നെ മെൻഡിങ്ങും, പിന്നെ ബോയില്, കോൺസല്ല, ഇൻഫിനിറ്റി, അൺബ്രേക്കിംഗ് 3 നമ്മളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ മെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ബുക്ക് വയ്ക്കുമ്പോൾ എനിക്ക് ഷാർപ്പ്നെസ് 3 കിട്ടിയായിരുന്നു. പക്ഷേ ഇനി ലെവൽ 30 ആണ്. അല്ലെങ്കിൽ അതും കൂടെ സെറ്റ് ചെയ്തേക്കായിരുന്നു. ഭാഗ്യത്തിന് അൻവിലും പൊട്ടിയില്ല. 6 കൂടെ നമുക്ക് 2-3 ഇത് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ. എഫിഷ്യൻസി 2 ഉണ്ട്. അത് നമുക്ക് പിക്കാക്സിലിടാം. അല്ലെങ്കിൽ നമുക്കിത് സോഡിലോട്ടിടാം. കാരണം നമുക്ക് എന്തായാലും ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കണം സിൽക്ക് ടച്ച് വെച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് എഫിഷ്യൻസിയുടെ ഇതെല്ലാം ഇടാം. അപ്പം ആക്സിലിരുന്നോട്ടെ. ഷവലിൽ നമുക്ക് സിൽക്ക് ടച്ച് ഇട്ടാലായി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഫാമിലി ഒന്ന് പോയിട്ട് നേരത്തെ ഒന്ന് മെൻഡ് ചെയ്തിട്ട് വരാം. ബൈ നമുക്കൊരു ഷീൽഡും കൂടി മേടിക്കണം, ഉണ്ടാക്കണം. അതിനകത്ത് നമുക്ക് അൺബ്രേക്കിംഗ് 3 ഇടാം അല്ലേ? എന്നാൽ ഞാനത് ഒരെണ്ണം കൂടിയും പോയി മേടിച്ചിട്ട് വരാം. എൻ്റെ ഭാഗ്യത്തിന് അൺബ്രേക്കിംഗ് 3 12 എമറാൾഡിനാണ് വയ്ക്കണേ. മെൻഡിങ് നമുക്ക് 10 എമറാൾഡിന് കിട്ടിയതായിരുന്നു. അതേ ഉള്ളൂ എനിക്കൊരു സങ്കടം. അത് കുഴപ്പമില്ല. അൺബ്രേക്കിംഗ് പറ്റുമെങ്കിൽ കുറച്ചുകൂടി മേടിച്ച് നമ്മുടെ ഇതിലോട്ടൊക്കെ ഇടണം, ആർമറിലോട്ടൊക്കെ ഒന്ന് ഇടണം. നമുക്ക് ചെയ്യാം. ഓക്കെ, ഷീൽഡിലോട്ട് അൺബ്രേക്കിംഗ് 3, ഷീൽഡിലോട്ട് അൺബ്രേക്കിംഗ് 3 മെൻഡിങ് മാത്രം ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, നമ്മൾ കുറച്ച് മെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സോഡിലോട്ടൊക്കെ അല്ല, നമുക്ക് ആർമറിലൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ ഓഫ് ക്യാമറ ചെയ്തോളാം.
ഓഫ് ക്യാമറ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ വീഡിയോയ്ക്കൊക്കെ ഭയങ്കര ലെങ്ത്താണ്, അന്നേരമാണ് ഞാൻ ഈ ഓൺ ക്യാമറ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കളക്ട് ഉണ്ട്, തട്ടിയേക്കാം. ഓക്കെ, തീർന്നു. കുറച്ചുള്ളൂ, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അത് തരും. വീട്ടിലും കുറച്ചുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയൺ കുറച്ചെടുക്കണം, ഷിയർ ഒരെണ്ണം എടുക്കണം, പംകിൻ ഒരെണ്ണം എടുക്കണം. ഇനി അയൺ 4 ബ്ലോക്ക് ആക്കണം. മറ്റേ മോനെ 1 2 3 4 5. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് അതിന് പേര് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നെയിം ടാഗ് സ്പെയർ കാണുമോ? ഇല്ല. അപ്പോൾ അതൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം. നെയിം ടാഗ് ഒരെണ്ണം, പേര് കാണാം. ഓക്കെ, ഇവൻ്റെ പേരാണ് സെല്ലിയൻ. അയ്യോ, ഈ പട്ടികളൊക്കെ അവനെ വെച്ചിട്ട് കയറല്ലേ. ഓ, ഭാഗ്യം ഇരുത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ബെല്ലിനുണ്ട്, ഇവിടെ നമ്മുടെ സെല്ലിനുണ്ട്. ഞാൻ കുറേ തപ്പി, എനിക്ക് ഈ പേര് അത്ര കിട്ടിയുള്ളൂ. അയ്യോ, നമുക്ക് ഇവന് ക്യാപിറ്റൽ ലെറ്ററിൽ ഇടണമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ബെല്ലിനായി. ഇവിടെ 2 ഇതുങ്ങളും ഉണ്ട്, എക്സ്ട്രാ ബോഡി ഗാർഡൊക്കെ ഉണ്ട്. ഇത് 2 ഇവിടെ തന്നെയാണല്ലോ നിൽക്കണം. അതിൻ്റെ അകത്തോട്ടേക്ക് അല്ല, അതിൻ്റെ പുറത്തോട്ടേക്ക് തന്നെയുണ്ടെങ്കിൽ എനിക്ക് അവിടെ പ്രശ്നം വേണ്ട. ഈ 2 പൂച്ചേനെ ഇവിടെ വയ്ക്കണം, അത് ഞാൻ വയ്ക്കാം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ വെച്ചോളാം. നമുക്കിനി മീനൊക്കെ പിടിക്കാൻ വേണം അതിന്, അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓഫ് ക്യാമറയിൽ വെച്ചോളാം. ഓക്കെ, അപ്പോൾ 2 പേര് സെറ്റായി. പിന്നെ ഫുൾ ഡയമണ്ട് ആർമർ സെറ്റായി. ഇവിടെ സ്പെയർ ആർമർ സെറ്റായി. ബാക്കി എൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റായി. ഓക്കെയാണ്. ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് കുറച്ച് മരമൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കുറേ എമറാൾഡ് ഒപ്പിക്കണം. അപ്പം ശരി, ഇത്ര തന്നെ വീഡിയോ.